പാലക്കാട് ധോണിയിൽ ജനവാസ മേഖലയിൽ കാട്ടാന കൃഷി നശിപ്പിക്കുന്നത് പതിവാകുന്നു. അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിലാണ് കാട്ടാന എത്തിയത്. തൃശൂർ പാലപ്പിള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. കാട്ടാനക്കൂട്ടം നിരന്തരം ജനവാസ മേഖലകളിൽ എത്തുന്നതോടെ ആശങ്കയിലാണ് ധോണി നിവാസികൾ. ഇന്ന് പുലർച്ചെ അരിമണി സ്വദേശി ഗോപിയുടെ കൃഷിയിടത്തിലെത്തിയ കാട്ടാന തെങ്ങുകളും കവുങ്ങുകളും നെൽകൃഷിയും നശിപ്പിച്ചു. മറ്റിടങ്ങളിൽ ഇറങ്ങിയ കാട്ടാനയെ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കാട് കയറ്റുന്നതിനിടയിലാണ് ഒറ്റയാൻ കൃഷിയിടത്തിലെത്തിയത്. എൻ്റെ ഇപ്പോൾ കവുങ്ങ്, തെങ്ങ്, പിന്നെ തൊട്ടവരുടെ നെൽകൃഷികൾ അതൊക്കെയാണ് ഇപ്പോൾ നശിപ്പിച്ചിരിക്കുന്നത്. അതുകൂടി ഒരു 6 മാസം മുന്നേ വന്നിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ എന്നെ നശിപ്പിച്ചു. പക്ഷെ അതിനൊന്നും ഒരു ഇതൊന്നും കിട്ടിയില്ല. ഇല്ലല്ല, ഒരു നഷ്ടപരിഹാരം കിട്ടിയില്ല. തരാന്ന് പറയും, പിന്നെ ഞാൻ അതിൻ്റെ അതോടെ കഴിഞ്ഞു. തൃശൂർ പാലാപ്പിള്ളിയിൽ വന്യജീവി ആക്രമിച്ച കുറുക്കന്റെ ജഡം കണ്ടെത്തി. പുന്നക്കര കൊച്ചപ്പന്റെ വീടിന് സമീപമാണ് കുറുക്കന്റെ ജഡം കണ്ടെത്തിയത്. മേഖലയിൽ പുലിശല്യം രൂക്ഷമായതിനാൽ പുലി ആക്രമിച്ചതാണ് എന്ന സംശയത്തിലാണ് നാട്ടുകാർ. എത്രയും വേഗം പുലിയെ പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. 24 പാലക്കാട്.